ഇത് വീട്ടിൽ കൊണ്ട് എന്റെ ഓർമ്മയ്ക്കായിട്ട് തൂക്കിയിടണം. ബെഡ്റൂമിൽ തന്നെ. ബെഡ്റൂമിൽ അതിനകത്ത് ക്യാമറ വല്ലതും വെച്ചിട്ടുണ്ടോ? ചേട്ടന് എത്ര വയസ്സായി? 42 വയസ്സ്. 42 82 ആയാലും അവിടെ ഞാൻ തൊട്ടാലും കുലുങ്ങൂല എന്ന് പറഞ്ഞ അടിമാലിനൊന്നും പിന്നുപടി പോലെ. മേഡം വരുമ്പോ 38. മേഡം വന്നില്ലെങ്കിലോ? മേഡം വന്നില്ല ഞാൻ ഇങ്ങനെയാണ് നിൽക്കും. മേഡം വരുമ്പോ 38. മേഡം വന്നില്ല ഞാൻ ഇങ്ങനെയാണ്. അതെ, ഉണ്ണിയപ്പത്തിന് കാസർഗോഡ് എന്ന് പറഞ്ഞ നിങ്ങളവിടെ നിങ്ങളവിടെ ഉണ്ണിയപ്പം. അത് ഹിന്ദുക്കള്, ഞങ്ങൾ ക്രിസ്ത്യാനികൾ സണ്ണിയപ്പം. പറഞ്ഞില്ലേ, ഹിന്ദു സഹോദരങ്ങൾ വിളിക്കുന്നത് ഉണ്ണിയപ്പം, ക്രിസ്ത്യൻ സഹോദരൻ വിളിക്കുന്നത് സണ്ണിയപ്പം, മുസ്ലിം സഹോദരൻ വിളിക്കുന്നത് സുന്നിയപ്പം, മുസ്ലിം സഹോദരൻ വിളിക്കുന്നത് സുന്നിയപ്പം. ചോദിക്കട്ടെ, ഞാൻ അറിഞ്ഞത് ഡയാന നന്നായിട്ട് മോണാക്ട് ചെയ്യുമെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ അത് സത്യമാണോ ശരിയാണെന്ന് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ്, സത്യമാണോ അത്? ഞാൻ മിഠായികളും കൂടുതൽ ഈ പാക്കറ്റിൽ കിട്ടുന്ന അച്ചാറ്, നാരങ്ങ അച്ചാറ്, പുളി അച്ചാറ്, മാങ്ങ അച്ചാറ്. അങ്ങനെയാണെങ്കിൽ കയ്യിലൊരു ക്വാർട്ടറും കാണും. ഒരു കല്യാണ വേദിയാക്കി നമുക്ക് മാറ്റണം. വിതുര ചേട്ടാ, ഞാൻ മതിയോ? അഞ്ജന ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല? ഇല്ല. അല്ലെ, ഈ വിശപ്പൊക്കെ ഉണ്ട്, നേരത്തെ വിഷം കഴിക്കാൻ. വിശപ്പൊക്കെ ഉണ്ട്, നേരത്തെ വിഷം കഴിക്കാൻ. ചേട്ടനെ പറ്റിയൊരു നിങ്ങൾ അങ്ങനെ ഇരുന്നാണ് ഫ്രണ്ടിലൊരു തോർത്തിട്ട പുള്ളിയുടെ ബിസിനസ്. ഫ്രണ്ടിലൊരു തോർത്തിട്ട പുള്ളിയുടെ ബിസിനസ്. ഈ പാൽച്ചേട്ടൻ എന്താ ഭയങ്കര ജാടാ? താടി പേടിപ്പിച്ചിട്ടാണോ ഇട്ടിട്ടുള്ളത്? താടി വളർത്തിരിക്കണോണ്ടാ. ഈ താടി വളർത്തി കഴിഞ്ഞാൽ അതിന്റെ താടി ഒരിക്കലും വളരില്ല, സ്കള്ളാണ്. താടി രോമി വളരെ താടി ഒരിക്കലും വളരില്ല, സ്കള്ളാണ്. താടി രോമി വളരില്ല, സ്കള്ളാണ്. താടി രോമി വളരും. മറക്കാൻ പറ്റാത്ത കാര്യം, ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ ക്രിസ്മസ് സെലിബ്രേഷൻ ഗേൾസ് കോളേജിലാണ് പഠിക്കുന്നത്. സാറായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ലേഡീസ് ആണ്. ഭാഗ്യവാൻ ആരാന്ന് പറ. ലക്ഷ്മി, ഈ ഡ്രസ് എവിടെ നിന്ന് മേടിച്ചതാണ്? കട്ടസയാണ് സർ. ചേട്ടത്തിയുടെ ആണെങ്കിലും അനിയത്തിക്ക് നന്നായിട്ട് ഇതെല്ലാം കേട്ടോണ്ടിരുന്നിട്ട്, ഇത്രയും പറയുന്ന കേട്ടോണ്ടിരുന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇത്രേ ഉള്ളൂ. വേറെ അല്ലാതെ പിന്നെ ഈ പിള്ളേരൊക്കെ വിളിച്ചാൽ നമുക്ക് വരും, അവരെ അറിയുന്നില്ലല്ലോ. വേറെ അല്ലാത്ത ആരെങ്കിലും? അതൊന്നും അല്ല. ഇതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ലഡ്ഡു എന്നുള്ള പേര് വരാൻ കാരണം. നല്ല മധുരമുള്ള പടം. അപ്പൊ കണ്ടവരൊക്കെ മധുരം രുചിച്ചിട്ടുണ്ട്. അത് സിനിമ ശരിക്കും ഉണ്ടല്ലോ, ഇത് വേറെ ഒന്നും ഉദ്ദേശിക്കുന്നു ഉണ്ടാകല്ല പടം. അങ്ങനെ വരുമ്പോ വേറെ കുഴപ്പമുണ്ട്, ഷുഗർ പേഷ്യൻസ് ഒന്നും ഇത് കാണൂല. ഓവറാക്കിന്റെ ആളാണല്ലേ. തലയിൽ തേങ്ങാ പുണ്ണാക്കാണല്ലോ. സീരിയൽ നടനാ? അതാണ് നട്ടല് റബ്ബർ. നിക്കറിട്ടിട്ടില്ല. സണ്ണി ലിയോണിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു ഞാൻ. പക്ഷെ എനിക്ക് സണ്ണി ലിയോണിനെ കുറിച്ച് എന്നെക്കാളും കൂടുതൽ അറിയാവുന്ന ആളാണ് നവീൻ. അപ്പൊ അവരിയൊന്നും അവരുടെ അടുത്ത് ചോദിക്കുന്നത്. അല്ല, ഞാൻ ഇതിന് മാത്രമേ കണ്ടിട്ടുള്ളൂ, ടിവിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ.
പെണ്ണില്ല, ഞാൻ എപ്പിസോഡിൽ കാണിച്ചതില്ലേ, അവള് കെട്ടിപ്പിടിക്കാൻ പോണു. അത് കാണും. അത് എന്നെ നിർബന്ധിച്ചിട്ടേ, എല്ലാരും കൂടെ എന്നെ നിർബന്ധിക്കുന്നേ. അപ്പൊ ഞാൻ ഒഴിഞ്ഞു മാറി കാണാം. ഓക്കെ, ശരി. എങ്ങനെയാണ് അവിടെ പെട്ടെന്ന് ചായന്നില്ലെന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. ആണോ? സമയമില്ല, പെട്ടെന്നാവട്ടെ കാര്യങ്ങൾ. അല്ല, what is your decision? ആള് മാറിപ്പോയി. അങ്ങനെയാണൊക്കെ പിന്നെ ഞാൻ അങ്ങോട്ടൊന്നും വരില്ല, വേണമെങ്കിൽ ഇങ്ങോട്ട് വരണം. അധികം പഞ്ച് ഡയലോഗ് ഇട്ട് കഴിഞ്ഞാൽ കിട്ടൂല കേട്ടോ. ഒന്ന് ഇത്തിരി ഡൗൺ ടു എർത്ത് ആവാം. അതല്ലേ ആ, ചിലപ്പോ ഇഷ്ടപ്പെട്ടോ? ഇൻട്രസ്റ്റ് ആയോ? ബിരിയാണി കിട്ടിയില്ലെങ്കിൽ കഞ്ഞിവെള്ളമെങ്കിലും കിട്ടെ. റമ്പ വിട്ട് കാണിക്കുന്നു. കാണിക്കാം. അപ്പൊ നമുക്കേ ഒരു ദേവസേനയെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇതിന്റെ ഇടയിൽ നിന്ന് ഏത് ദേവസേനയെ വേണ്ടി തെരഞ്ഞെടുക്കാം? എത്ര ദേവസേന നിൽക്കുന്നതിൽ ഇഷ്ടപ്പെട്ട കേട്ടോ. അതിപ്പോ ഈ തേങ്ങയാണെങ്കിൽ കുലുക്കി നോക്കി എടുക്കാൻ, ഇതിലിപ്പോ ഞാൻ ഏതെടുക്കാൻ? ഏതായിരുന്നാലും ലക്ഷ്മി ചേച്ചി ഇന്നത്തെ ഒരു കൊട്ടത്തേങ്ങ എടുക്കില്ല. എന്റെ ഹെയർ ഞാൻ കട്ട് ചെയ്ത് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഹെയർ കട്ട് ചെയ്തു. ആക്ച്വലി ഹെയർ കളറിംഗ് ചെയ്തത് കൊണ്ട് ഭയങ്കര ടാങ്കിൾസ് ആയിരുന്നു. സോ ഈ ലോക്ക്ഡൌണിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഡെയിലി അത് നോക്കാൻ കുളിക്കണമല്ലോ. ഞാൻ ഡെയിലി ഒരു 2-3 പ്രാവശ്യം കുളിക്കും, അത് വേറെ കാര്യം. അതൊക്കെ കുളത്തിൽ കിടന്നൂടെ? ശ്വാസിന്റെ ആഗ്രഹം എത്ര പിള്ളേര് വേണം? 2 പേര്. ഭാവിയില് ഇവരെ ആരാക്കണം എന്ന് ആഗ്രഹം? മോൾ ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് എന്തായാലും പേര് കണ്ടുവച്ചിട്ടുണ്ടോ? ഒരു ഗുജറാത്തി നെയ്മ ഗുർപ്രീത്. എന്തെന്ന്? ഗുർപ്രീത്. ആ, ഗുർഗുർന്ന് വിളിക്കാൻ വേണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പായൽ. Okay. വേറെ ആരും വിളിക്കരുത്. പായലിനേക്കാളും നല്ലത് പൂപ്പലെന്നാണ്. അതിപ്പോ നടക്കുമെന്ന് അറിയില്ല, കാരണം ഇതിപ്പോ നമ്മുടെ പായൽ നടക്കൂല, തെന്നും. പായലിനേക്കാളും നല്ലത് പൂപ്പലെന്നാണ്. പായൽ നടക്കൂല, തെന്നും.